മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് പുറത്തുവിട്ടിരിക്കുകയാണ് ട്രംപ്. ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് തുടരുന്നുണ്ട്. ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ ഗസയ്ക്ക് എന്താണോ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അബ്ബാസ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അബ്ബാസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തിലധികമായി സമാധാനം എന്താണ് എന്ന് ഗസ നിവാസികൾ അറിഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായി വേണ്ട കുടിവെള്ളം, ഭക്ഷണം, മെഡിക്കൽ സൗകര്യം എന്നുള്ളവയൊന്നും അവർക്ക് കാര്യക്ഷമമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കേൾക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക്കാണ്. പക്ഷെ അതിന് പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അത്യന്തം ദയനീയമായ ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമാധാന സമിതിയിലെ അംഗങ്ങളൊന്നും ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ലേ അബ്ബാസ്? ഈ ബോർഡ് ഓഫ് കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വന്ന ഒരു സമിതി മാത്രമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ, അതിന് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഗസയിലെ സമാധാനത്തിന് വേണ്ടി US-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിക്ക് അറബ് രാഷ്ട്രങ്ങളടക്കമുള്ള രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങളും അതുപോലെ മറ്റ് സമാന മനസ്കരായിട്ടുള്ള രാഷ്ട്രങ്ങളും അവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഗസയെ നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുക എന്നുള്ളത് അവരുടെ മൗലികവും അടിസ്ഥാനപരവുമായ ആവശ്യമാണ്. ഈ ആവശ്യത്തെ പിന്താങ്ങുക, അതിന് സപ്പോർട്ട് കൊടുക്കുക, പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ പദ്ധതിക്ക് ഈ അറബ് രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതും. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ജറാദ് കുഷ്ണൻ അവതരിപ്പിച്ച ഈ പദ്ധതിയുള്ളത്. ഈ പദ്ധതിയുടെ വിമർശനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അതിൽ നേരത്തെ അനീഷ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ അടിസ്ഥാനപരമായി ബേസിക്കായിട്ട് അവിടുത്തെ ആളുകളെ കേൾക്കുക എന്നുള്ള സംഗതി അത് നടന്നിട്ടില്ല. അതില്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പോസാണ്, ഒരു അടിച്ചേൽപ്പിക്കലാണ് ഈ കാര്യത്തിൽ നടക്കുന്നതെന്നാണ്. ഇത് ഒരു മനോഹരമായ ഒരു പദ്ധതി, ഗസയുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള, ഗസയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായ പദ്ധതി അവതരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായ തലത്തിലേക്കുള്ള ഒരു നോട്ടം, ഒരു സൂക്ഷ്മമായ തലത്തിലേക്കുള്ള അതിൻ്റെ ഒരു ഫ്രെയിം വർക്കുകളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ പ്രോപ്പർട്ടിക്കും അതുപോലെ ഭൂമിക്ക് മേലുള്ള അവരുടെ റൈറ്റിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിച്ചില്ല എന്നുള്ളതും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഫലസ്തീനികൾക്ക് അകത്ത് തന്നെ ഇത്തരം ഒരു പദ്ധതി വരുന്നതിനോട് രാഷ്ട്രീയപരമായ പ്രതിരോധങ്ങളുണ്ട്, നമുക്കത് അറിയാം. തങ്ങളുടെ ഭൂമിക്ക് മേലുള്ള ഒരു പരമാധികാരത്തെക്കുറിച്ച് അവർക്ക് ആശങ്കകളുണ്ട്, അവരുടെ ഭൂമിക്ക് മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ച് ആശങ്കകളുണ്ട്. ഇങ്ങനെ ഒരു പബ്ലിക് പ്രൈവറ്റ് ഒരു പാർട്ണർഷിപ്പ് പ്രകാരം ഒരു പദ്ധതി വരികയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അധികാരം, അതിൻ്റെ പരമാധികാരം ആർക്കാണ് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാത്തിടത്തോളം കാലം അത്തരം ആശങ്കകളൊക്കെ സാധുവായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ബോർഡ് ഓഫ് കൗൺസിൽ രൂപവൽക്കരിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഒരു ലാർജറായിട്ടുള്ള ഒരു ലാർജർ ഭാഗം എന്നുള്ള നിലയിലാണ് ഈ ഒരു പുതിയ റീകൺസ്ട്രക്ഷൻ പ്ലാൻ കൂടി, പുനർനിർമ്മാണ പദ്ധതി കൂടി US അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എന്തുമാത്രം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് എന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ഇത് കാണുന്ന സമയത്ത് ഗസയിലെ മെഡിറ്ററേനിയൻ ബീച്ചുകളിൽ വലിയ ആകാശം മുട്ട ആകാശത്തിനുയരെ നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ, അതുപോലെ ഹൗസിംഗ് യൂണിറ്റുകൾ, ബീച്ചുകൾ, റിസോർട്ടുകൾ, ഇങ്ങനെയുള്ള മാളുകൾ, ഇങ്ങനെയുള്ള വലിയ പദ്ധതികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്തുമാത്രം യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് കൂടിയാണ് അനീഷ. അബ്ബാസ്, അതോടൊപ്പം തന്നെ ഗസയിൽ ഇപ്പോൾ 2ാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ US-ന് പോലും അല്ലെങ്കിൽ US-ന്റെ ഇടപെടൽ പോലും ഈ ആക്രമണം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഫലപ്രദമാക്കാത്തത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധിക്കാത്തത് അബ്ബാസ്? ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നയനിലപാടിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഏതെങ്കിലും തരത്തിലുള്ള UN അടക്കമുള്ള അന്താരാഷ്ട്ര ബോഡിയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെയോ നിർദ്ദേശങ്ങളെ തീരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് ഗസയിലെ ആക്രമണത്തിൽ ഇസ്രായേൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് പീസിൻ്റെ രൂപീകരണത്തിന് ശേഷം മാത്രം 4 പേർ ഗസ സിറ്റിയിൽ ഇസ്രായേലിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇതോടുകൂടെ ഒക്ടോബർ 10
സീസ് ഫയറിന് ശേഷം, വെടിനിർത്തലിന് ശേഷം 477 പേർ ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി. 1300-ലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഗസയിൽ ഇസ്രായേലിലെ നരനായാട്ട് മനുഷ്യക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത അതോട് കൂടെ നിലനിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ US അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെയൊക്കെ അവഗണിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണം, അതുപോലെ ഗസയോടുള്ള നിലപാട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. നമുക്കറിയാം, റഫ അതിർത്തി തുറക്കുക എന്നുള്ളത് ഈ ഒരു പീസ് പാക്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. എന്നാൽ അതിൽ ഇതുവരെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഈ അടുത്ത ആഴ്ച തുറക്കും, നാളെ തുറക്കും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ടെങ്കിൽ പോലും റഫ അതിർത്തി തുറന്ന് ഗസയിലെ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരുന്നും അതുപോലെ ചികിത്സയും ഒക്കെ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ. അന്താരാഷ്ട്ര രാജ്യങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ പ്രഷർ വളരെ വലിയ രീതിയിലുണ്ട്. എങ്കിൽ പോലും ഇസ്രായേൽ അതിന് പുല്ലുവില കൽപ്പിക്കുന്ന, പാടെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു നയ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അനീഷ.